ഹായ് ഹലോ അസ്സലാമു അലൈക്കും. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ എന്തൊക്കെയാണ് എല്ലാവരെയും വിശേഷങ്ങൾ? സുഖം തന്നെയല്ലേ എല്ലാവർക്കും? അൽഹംദുലില്ലാ ഞങ്ങളും സുഖമായി സന്തോഷമായിട്ട് പോകുന്നു കേട്ടോ. നമ്മളെ കഴിഞ്ഞ വീഡിയോകൾക്കൊക്കെ നിങ്ങളെല്ലാവരും തന്നിട്ടുള്ള സപ്പോർട്ടിന് ഒരുപാട് നന്ദി അറിയിക്കുകയാണ്. അതേപോലെ തന്നെ തുടർന്നുള്ള വീഡിയോകൾക്കെല്ലാം നിങ്ങളെല്ലാവരും സപ്പോർട്ടും സഹകരണവും ഒക്കെ പ്രതീക്ഷിക്കുന്നുണ്ട് കേട്ടോ. എന്തായാലും നമുക്ക് ഇന്നത്തെ വീഡിയോ കണ്ടോക്കാം. നമുക്ക് ഇങ്ങോട്ട് നല്ല മഴയാണ് കേട്ടോ. നല്ല മഴ എന്ന് വെച്ചാൽ നല്ല മഴയാണ്. എന്താ പറയുക, സ്കൂള് ഉള്ള ദിവസം ചിലപ്പം നല്ല മഴയായിരിക്കും കേട്ടോ. അപ്പോൾ ആ ഒരു മഴ കാരണമായിരിക്കും പിറ്റത്തെ ദിവസം നമുക്ക് അവധി ഉണ്ടാവുക. അങ്ങനെ അവധി തരുന്ന ദിവസം ചിലപ്പോൾ മഴ കുറവായിരിക്കും കേട്ടോ. ഇന്ന് എന്തായാലും സ്കൂളും മദ്രസും എല്ലാം ഉള്ള ദിവസം തന്നെയാണ്. അപ്പോൾ നോക്കുമ്പോൾ ഇന്ന് രാവിലെ മുതൽ നല്ല മഴയാണ് കേട്ടോ. രാവിലെയല്ല, ഇന്നലെ രാത്രി തുടങ്ങിയ മഴ തന്നെയാണ്. പിന്നെ എന്താ പറയുക, മക്കളെ ഇങ്ങോട്ട് വിളിക്കാനും എനിക്ക് തോന്നുന്നില്ല കേട്ടോ. അപ്പം ഞാൻ വാതിലൊക്കെ തുറന്നൊന്ന് പുറത്ത് അങ്ങനെ പോയി നോക്കിയതാണ് കേട്ടോ. ഞാൻ എപ്പോഴും അങ്ങനെയാണ് കേട്ടോ. എണീച്ച് വന്ന് ഒന്ന് വാതിൽ തുറന്ന് മുന്നിലൊന്ന് കുറച്ച് നേരം ഒന്ന് പോയി ഇങ്ങനെ നോക്കി നിൽക്കും കേട്ടോ. എനിക്ക് ആ ഒരു രാവിലെ ആ ഒരു എന്താ പറയുക, പ്രകൃതി രമണീ എന്നൊക്കെ നമ്മൾ പറയൂലേ, അതിങ്ങനെ നോക്കിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഇനി മഴയാണെങ്കിലും വെയിലാണെങ്കിലും ആ ഒരു നേരം വെളുത്ത് വരുന്നത് കാണാൻ നല്ല രസമാണ് കേട്ടോ. ഇപ്പം ഞാൻ എൻ്റെ ചേതിയിൽ നിന്നിട്ട് അതങ്ങനെ പോയി കുറച്ച് നേരം അവിടെ നോക്കി നിന്നിട്ടുണ്ടായിരുന്നു. ഇനിയിപ്പോൾ അധികം നിൽക്കലൊന്നും നടക്കൂല, മക്കളെ മദ്രസക്ക് പറഞ്ഞയക്കണ്ടേ. അപ്പം നിച്ചുമോളാണ് വെച്ചാൽ ഞാൻ വിളിക്കുമ്പോൾ തന്നെ വേഗം നീച്ചോളൂ കേട്ടോ. നാഫിമോനാണ് പിന്നെയും എണീക്കാനൊരു മടി. ഞാനിങ്ങോട്ട് ഓനെ വിളിച്ച് ഇപ്പുറത്ത് ഇങ്ങോട്ട് വരുമ്പോഴത്തേക്കും ഓന് പിന്നെയും പുതപ്പും പോയിച്ച് കടന്നുറങ്ങിയിട്ടുണ്ടാവും കേട്ടോ. ഞമ്മക്കറിയാലോ തണുപ്പ് വന്നാൽ എന്താണ് കഥ എന്നുള്ളത്. പിന്നെ ഐറ്റുകളൊക്കെ എണീപ്പിച്ച് ഓരൊക്കെ മാറ്റി ഒരുക്കി ചായയൊക്കെ കൊടുത്തിട്ട് മദ്രസക്ക് പറഞ്ഞയച്ചിട്ടുണ്ട്. അതൊക്കെ കഴിഞ്ഞ് ഞാനൊരു ഗ്ലാസ് കട്ടൻ ചായയൊക്കെ കുടിച്ചു. ഇനിയിപ്പോൾ ഞാൻ വേഗം എൻ്റെ പണികൾ തുടങ്ങുകയാണ്. സ്കൂളുണ്ടല്ലോ, അതുകൊണ്ട് തന്നെ വേഗം നിച്ചുമോക്കുള്ള ചോറും കറിയും ഒക്കെ വേഗം ആക്കിയെടുക്കണം. അപ്പോൾ അതുകൊണ്ട് വേഗം എന്താ പറയുക, ഫോണും തോണ്ടിയിട്ടൊന്നും ഇരിക്കാൻ നിന്നിട്ടില്ല കേട്ടോ. സാധാരണ ആ ഒരു ചായ കുടിച്ചിരിക്കണ ആ ഒരു ടൈമിലാണ് ഞാൻ ഫോണും എടുത്ത് ഇരിക്കുക. അങ്ങനെ ആകുമ്പോൾ എൻ്റെ പണികൾ തീരാനും നേരം വൈകലുണ്ട് കേട്ടോ. നിച്ചൂനും ഇക്കാക്കൊക്കെ ഏകദേശം ഒരു സമയത്ത് തന്നെയാണ് പോവേണ്ടത്. ഇക്കാക്കാണെന്ന് വെച്ചാൽ നമ്മളിവിടെ സ്കൂളുണ്ട്, ബാവലി നമ്മളെ നാട്ടിൽ തന്നെ സ്കൂളുണ്ട്. അവിടുത്തെ കുട്ടികളെ ട്രിപ്പ് സ്കൂൾ കുട്ടികളെ എടുക്കുന്നുണ്ട് കേട്ടോ വണ്ടിയിൽ. അതുകൊണ്ട് തന്നെ ഇക്കാക്കും മക്കൾക്കൊക്കെ സ്കൂളിൽ പോകണം. അതുകൊണ്ട് ആ ഒരു ടൈം ആകത്തേക്കും എൻ്റെ ചായം കടിയും നിച്ചുമോക്ക് കൊണ്ടുപോകാനുള്ളതും ഒക്കെ ആവണം കേട്ടോ. അതുകൊണ്ട് പിന്നെ രാവിലെ ഇരിക്കാനുള്ള ടൈമൊന്നുമില്ല. പിന്നെ ഞാൻ വേഗം പതിവൊന്നും തെറ്റിച്ചിട്ടില്ല. നമ്മളെ അടുപ്പിൻ്റെ വെണ്ണീരൊക്കെ ഒന്ന് വാരി അടുപ്പം തന്നെ ഒന്ന് അടിച്ച് വാരി വൃത്തിയാക്കി ഞാൻ വേഗം തീയൊക്കെ കത്തിച്ച് ചോറിനുള്ള വെള്ളം വെച്ചിട്ടുണ്ട് കേട്ടോ. ഇങ്ങനെ വെക്കുന്നത് കൊണ്ട് ഒരു കണക്കിന് നല്ലതാണ്. കാരണം ആ ഒരു അടുപ്പിൻ്റെ അടുത്ത പണികൾ രാവിലെ നമ്മൾ കുറച്ചൊന്ന് കഷ്ടപ്പെടണമെന്നേ ഉള്ളൂ. ആ ഒരു ചായം കടിയും അതിൻ്റെ കൂടെ തന്നെ ചോറും കറിയും അങ്ങോട്ട് ആയിക്കോളും. ഞാൻ പിന്നെ നിച്ചുമോക്ക് കൊടുക്കാൻ വേറെ ഉണ്ടാക്കുക, ഞമ്മക്ക് വേറെ ഉണ്ടാക്കുക, അങ്ങനെയൊന്നും ഞാൻ ചെയ്യലില്ല കേട്ടോ. ഇനിയിപ്പോൾ മൊത്തത്തിൽ കറി വെക്കാനുള്ള സംഭവങ്ങളൊക്കെ ഉണ്ട് വെച്ചാൽ ഉച്ചക്കത്തേക്കൊക്കെ കണക്കാക്കിയിട്ട് അങ്ങനെ തന്നെയാണ് കേട്ടോ ഉണ്ടാക്കൽ. അപ്പോൾ എന്തായാലും തീ കത്തിച്ചിട്ട് ചോറിന് വെള്ളം വെച്ചിട്ടുണ്ട്. പിന്നെ അതാട്ടോ ഇന്ന് പത്തിരി എന്നാട്ടോ പറയണത്. പത്തിരിയോ നൂൽപുട്ടോ, ഈ പൊടി വാട്ടിയാൽ പിന്നെ അതിൽ ഏതെങ്കിലും ഒന്ന് തന്നെയാണ് കേട്ടോ ഉണ്ടാക്കുക. അപ്പോൾ ഞാൻ ഇന്ന് നൂൽപുട്ടാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. അപ്പോൾ നൂൽപുട്ടിനുള്ള പൊടിയൊക്കെ ഒന്ന് വാട്ടിയെടുത്തിട്ടുണ്ട്. ചിലവരൊക്കെ തിളച്ച വെള്ളത്തിൽ പിന്നെ അങ്ങനെ പൊടിയിലേക്ക് വെള്ളം ഒഴിച്ചിട്ട് അങ്ങനെ കുഴച്ചെടുക്കലുണ്ട്. ഞാൻ പിന്നെ ഈ ഒരു രീതിയിൽ തന്നെയാണ് കേട്ടോ. പത്തിരിക്കാണെങ്കിലും നൂൽപുട്ടിനാണെങ്കിലും ഒക്കെ വെള്ളത്തിലേക്ക് പൊടി വാട്ടി നമ്മൾ അങ്ങനെ എടുക്കൂലേ, ആ ഒരു രീതിയിൽ തന്നെയാണ് കേട്ടോ ഞാൻ കുഴച്ചെടുക്കൽ. അങ്ങനെ വേഗം പൊടിയൊക്കെ ഒന്ന് വാട്ടി ഒക്കെ കുഴച്ചൊക്കെ ഒന്ന് എടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ വേഗം ഇതിൽ പീച്ചി അങ്ങോട്ട് എടുക്കുകയാണ് കേട്ടോ. നൂൽപുട്ട് പിന്നെ വേഗം അങ്ങോട്ട് ആയിക്കോളും. പക്ഷെ ഇന്നത്തെ എൻ്റെ മാവ് ചെറുതായിട്ടൊരു ടൈറ്റുള്ള പോലെ ഉണ്ടായിന് കേട്ടോ. അതുകൊണ്ട് തന്നെ പീച്ചി ഇങ്ങോട്ട് എടുക്കാൻ കുറച്ചൊരു ഇടങ്ങാറായിട്ടുണ്ടായിരുന്നു. എന്നാലും വലിയ കുഴപ്പമൊന്നുമില്ല കേട്ടോ. ഞാനങ്ങനെ ചുട്ടെടുക്കുന്നുണ്ട്. കറി പിന്നെ തലേ ദിവസത്തെ ചിക്കൻ കറി ഉണ്ടായിന് കേട്ടോ. അതുകൊണ്ടാണ് പിന്നെ ഈ നൂൽപുട്ടിലേക്ക് നിന്നിട്ടുണ്ടായിരുന്നത്. ഞാൻ അങ്ങനെയാണ് കേട്ടോ, ചിക്കൻ കറിയും അതുപോലെ ബീഫിൻ്റെ കറിയൊക്കെ ഉണ്ടാകുമ്പോഴാണ് രാവിലെ പത്തിരിയോ ഇതേപോലെ നൂൽപുട്ടോ അങ്ങനെയൊക്കെ ഉണ്ടാക്കൽ. അപ്പോൾ ഫസ്റ്റത്തെ ട്രിപ്പ് എന്തായാലും വേവിക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോഴത്തേക്കൊക്കെ നമ്മൾ ചോറിന് വെച്ച വെള്ളം തിളച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ വേഗം അരി ഒന്ന് കഴുകി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഞാനിങ്ങനെ അരി ഇടുന്ന കണ്ടപ്പോൾ എനിക്ക് കമൻറ്റ് വന്നിട്ടുണ്ടായിന് കേട്ടോ, ഇതെന്താണ് ഇങ്ങനെ ഇടുന്നത്, അത് മൊത്തത്തിൽ വെള്ളം ഒഴിച്ചിട്ട് അതിലേക്ക് അങ്ങോട്ട് കൊട്ടിയാൽ പോരേന്ന്. ശരി തന്നെയാണ് കേട്ടോ, എല്ലാവരും അരി ഇടുന്നത് അങ്ങനെ തന്നെയാണ് ഞാൻ കാണലുണ്ട്. പക്ഷെ എനിക്ക് ഇങ്ങനെ അങ്ങോട്ട് ശീലമായി പോയിട്ടോ, കൈ കൊണ്ട് ഇങ്ങനെ കോരിയിടും. എന്നിട്ട് അതിൻ്റെ അടിയിൽ ലാസ്റ്റ് വരുന്ന വെള്ളം ഊറ്റി കളഞ്ഞിട്ട് പിന്നെ ആ ഒരു ചെമ്പിൽ നിന്ന് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അത് അതിലേക്ക് അങ്ങോട്ട് ഇടും കേട്ടോ. നമുക്ക് ഓരോരുത്തർക്കും ഓരോരോ ശീലങ്ങളാണല്ലോ. പഠിച്ചതേ പാടൂ എന്ന് പറയുന്ന പോലെ അത് അങ്ങനെ ശീലമായി പോയിട്ടുണ്ട്. അങ്ങനെ അരിയൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ ചോറ് അങ്ങനെ അവിടുന്ന് അങ്ങോട്ട് ആയിക്കോളും. റേഷൻ അരി ആണല്ലോ, അപ്പോൾ അതുകൊണ്ട് വേഗം അങ്ങോട്ട് ആയിക്കോളും.
പിന്നെ ഇപ്പം ഞാൻ നിച്ചുമോക്ക് ഉപ്പേരിക്ക് ഇന്ന് ബീട്രൂട്ടാണ് കേട്ടോ. ബീട്രൂട്ട് ഉപ്പേരിയും ചോറുമാണ് കൊടുക്കുന്നത്. അപ്പോൾ വേഗം ബീട്രൂട്ടൊക്കെ ഒന്ന് മുറിച്ചെടുത്ത് നമ്മളെ ചോപ്പറിലിട്ടിട്ട് ഒന്ന് വേഗം വലിച്ചൊന്ന് അരിഞ്ഞെടുത്തിട്ടുണ്ട് കേട്ടോ. ആ ഒരു ചോപ്പർ ഉള്ളതുകൊണ്ട് തന്നെ എന്താ പറയുക, ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ അരിഞ്ഞെടുക്കാൻ നല്ലൊരു എളുപ്പമാണ് കേട്ടോ. വേഗം രാവിലെ ഇതേപോലെ അരിഞ്ഞ് അങ്ങനെ നിൽക്കൊന്നും വേണ്ട. അതിലിട്ടൊരു 2 വലിയൊന്നും വലിച്ചാൽ പോരാ, ഒരു കുറച്ച് വലിയൊക്കെ അങ്ങോട്ട് വലിച്ചാൽ അതങ്ങോട്ട് മുറിഞ്ഞ് വന്നോളൂ കേട്ടോ. അപ്പം ഞാൻ അതൊക്കെ ഒന്ന് അരിഞ്ഞ് അതിന് വേണ്ട ഉപ്പേരിക്ക് വേണ്ട സംഭവങ്ങളൊക്കെ ഒന്ന് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. അപ്പോഴത്തേക്കും എന്താ പറയുക, നമ്മളെ നൂൽപുട്ട് ഇതാട്ടോ വെന്തിട്ടുണ്ട് ഫസ്റ്റത്തത്. അപ്പോൾ ഞാൻ അതും ഒന്ന് കാസറോളിലേക്ക് മാറ്റി കൊടുക്കുകയാണ്. ഇനിയിപ്പോൾ ബാക്കിയുള്ളതും കൂടെ ഒക്കെ ഒന്ന് ചുട്ടെടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ നമ്മളെ വീഡിയോൻ്റെ താഴെ കുറേ കമൻറ്റ് കാണലുണ്ട്, എല്ലാവരും സേഫ് അല്ലേ എന്ന് എല്ലാവരും ചോദിക്കുന്നുണ്ട് കേട്ടോ. കാരണം നമ്മൾ വയനാട്ടിൽ ഇപ്പം നല്ല മഴയാണ്, അതുപോലെ മലപ്പുറം, പാലക്കാട് അങ്ങനെ ഓരോരോ സ്ഥലത്തൊക്കെ നല്ല മഴയും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ എല്ലാവരും ഇങ്ങനെ ചോദിക്കുന്നുണ്ട്. അപ്പം അൽഹംദുലില്ലാ ഞങ്ങൾ സേഫാണ്, നമുക്ക് കുഴപ്പമൊന്നുമില്ല കേട്ടോ. എന്താ പറയുക, വേറെ ഒരു വെള്ളം കയറുക അങ്ങനത്തെ രീതിയിലുള്ള കുഴപ്പങ്ങളൊന്നുമില്ല. പിന്നെ നമ്മളെ നാട്ടിൽ പുഴയുണ്ട് കേട്ടോ. ആ പുഴയൊക്കെ നമ്മളെ വീടിൻ്റെ അവിടെയൊന്നുമല്ല, അവിടുന്ന് ഒരുപാട് നടന്ന് പോകാനൊക്കെ ഉള്ളിടത്ത് തന്നെയാണ്. എന്താണ് വെച്ചാലും നമുക്ക് കുഴപ്പമൊന്നുമില്ല കേട്ടോ. അൽഹംദുലില്ലാ സുഖമായി സന്തോഷമായിട്ട് നമ്മൾ പോകുന്നുണ്ട്. എന്തുതന്നെയാണെന്നുണ്ടെങ്കിലും നിങ്ങൾ ആ ഒരു കമൻ്റൊക്കെ കാണുമ്പോൾ ഭയങ്കര സന്തോഷം തന്നെയാണ് കേട്ടോ. കാരണം നമ്മൾ ഈ വീഡിയോസിലൂടെ മാത്രമാണ് വീഡിയോ കണ്ടിട്ടുള്ള പരിചയങ്ങളും കമൻറ്റിലൂടെയുള്ള പരിചയങ്ങളൊക്കെയാണ്. എന്നിട്ട് പോലും നമ്മളെക്കുറിച്ചുള്ള അല്ലെങ്കിൽ നമ്മളെ വിവരങ്ങളും കാര്യങ്ങളൊക്കെ അന്വേഷിക്കുന്നുണ്ടല്ലോ. അപ്പോൾ അതൊരു ഒരുപാട് സന്തോഷം അറിയിക്കുകയാണ് കേട്ടോ. പിന്നെ ഞാൻ ഇൻസ്റ്റയിൽ വീഡിയോ ഇട്ട് തുടങ്ങിയിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു യൂട്യൂബിനെക്കാട്ടും വ്യൂസും കാര്യങ്ങളൊക്കെ അതിൽ വരുന്നുണ്ട് കേട്ടോ. എനിക്ക് അതിലും സപ്പോർട്ട് എല്ലാവരും നമ്മൾ ഈ ഒരു വീടൊക്കെ കണ്ടിട്ട് തന്നെയാണ് കേട്ടോ. എല്ലാവർക്കും വീഡിയോസ് ഇഷ്ടപ്പെട്ടിട്ടും അതുപോലെ നമ്മളെ വീടും കാര്യങ്ങളൊക്കെ കണ്ടിട്ട് ഇതിലത്തെ പോലെ തന്നെ അതിലും പറയുന്നുണ്ട് കേട്ടോ, വേഗം ഒരു വീടാവട്ടെ എന്നൊക്കെ. അപ്പോൾ എല്ലാവർക്കും ഒരുപാട് നന്ദി അറിയിക്കുകയാണ് കേട്ടോ. പിന്നെ ഞാൻ നൂൽപുട്ട് അവിടെ ചുട്ടുകൊണ്ട് നിൽക്കുന്നുണ്ട്. അതിൻ്റെ ഇടയിൽ മക്കൾ പിന്നെ മദ്രസൊക്കെ വിട്ട് വന്ന് ഓർക്കുള്ള ചായയൊക്കെ കൊടുത്ത് നിച്ചുമോൾ സ്കൂളിലേക്കൊക്കെ പോയിട്ടുണ്ട്. പിന്നെ ഇന്നൊരു കുമില് കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞങ്ങളിവിടെ ഇതിനെ കുമില് എന്നാണ് പറയുക. കൂണുണ്ടല്ലോ, അരിക്കൂണല്ല, കുറച്ച് വലിയ ആ ഒരു കൂണ്. ഇവിടെ കുമില് എന്ന് പറയും. എൻ്റെ പുരയിൽ അവിടെ കുമില് എന്താ പറയുക, കൂണ് കേട്ടോ. കൂണ് എന്ന് പറയും, ഇവിടെ കുമില് പറയും. എന്തായാലും തറവാടിൻ്റെ അവിടെ നിന്ന് കിട്ടിയതാണ്. അപ്പോൾ അനിയൻ കൊണ്ടുതന്നെയാണ് കേട്ടോ കറി വെച്ചോ എന്ന് പറഞ്ഞിട്ട്. അപ്പം ഞാൻ അതും ഒന്ന് നന്നാക്കി വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ ചായ കുടിച്ച് കഴിഞ്ഞിട്ട് അത് കറി വെക്കാമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ചായ കുടിക്കലും രാവിലത്തെ ആ ഒരു തിരക്കും പോവാനുള്ള ആൾക്കാർ പോവലും എല്ലാം കഴിഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോൾ നാഫിമോനാണ് പോവാനുള്ളത്. ഓനക്ക് പിന്നെ ഇവിടെ അടുത്ത് തന്നെയാണ്, സ്കൂൾ അടുത്ത് തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് ഒരു 9:30 9:45 ആ ഒരു ടൈമിൽ ഇറങ്ങിയാലും മതി കേട്ടോ. ഇനിയിപ്പോൾ ഞാൻ ചായ കുടിച്ച് കഴിഞ്ഞിട്ട് ഓനൊന്ന് പറഞ്ഞു വിടണം. പിന്നെ ഞാനും നാസിമോനും തന്നെയാണ് കേട്ടോ ഉണ്ടാവുക. അപ്പം ഞാൻ വേഗം ഒന്ന് ചായ കുടിച്ച് എണീക്കട്ടെ. ഒന്ന് സ്വസ്ഥമായിട്ടൊന്ന് ഇരുന്ന് കുടിച്ചാലേ ഒരു തൃപ്തി അങ്ങോട്ട് കിട്ടുള്ളൂ കേട്ടോ. ഇവരെല്ലാവരും പോവലും ആ ഒരു തിരക്കിൻ്റെ ഇടയിൽ ഓരോ കൂടി ഇരുന്ന് ചായ കുടിക്കാൻ നിന്നാൽ കാര്യം നടക്കൂല. ഇനി അതല്ല എനിക്ക് എവിടെയെങ്കിലും പോവാനുണ്ട് വെച്ചാലോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും തിരക്കും കാര്യങ്ങളും ഉണ്ടെങ്കിൽ ഞാൻ ഓരോ കൂടി തന്നെ അതിൻ്റെ ഇടയിൽ വേഗം ഇരുന്ന് ചായയൊക്കെ കുടിക്കൽ തന്നെയാണ് കേട്ടോ. അപ്പോൾ എന്തായാലും ചായ കൂടിയൊക്കെ കഴിഞ്ഞ് എണീച്ചു. ഇനിയിപ്പോൾ ഞാൻ വേഗം കറിയൊക്കെ ആക്കാൻ വേണ്ടി നിൽക്കുകയാണ്. ക്ലീനിങ് അടിക്കലും തുടക്കലും അതിന് ചില ദിവസം അങ്ങനെയാണ് കേട്ടോ. വേഗം ഒന്ന് അടിക്കലും തുടക്കലും അങ്ങനെ അങ്ങോട്ട് എടുക്കാൻ വിചാരിക്കും. ഇന്നിപ്പോൾ എന്തായാലും ചോറായിട്ടുണ്ട്, ഉപ്പേരിയും ആയിട്ടുണ്ട്, നിച്ചുമോക്ക് കൊടുക്കാനാക്കിയതുകൊണ്ട് അതും ആയിട്ടുണ്ട്. പിന്നെ ഞാൻ മീൻ വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ചെറിയ അയിലയാണ് കിട്ടിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അയില അതെന്നാൽ പിന്നെ കയ്യോടെ അതങ്ങോട്ട് കറി വെച്ച് വെക്കാമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ. എന്നാൽ പിന്നെ അടുപ്പിൻ്റെ അടുത്ത പണികളൊക്കെ തീർത്തിട്ട് ബാക്കിയുള്ള എൻ്റെ പണിക്ക് നിൽക്കാമെന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ അതാ മീൻ കറി ഇവിടെ ആക്കിക്കൊണ്ട് നിൽക്കുന്നുണ്ട്. തക്കാളിയും പച്ചമുളകും ഇഞ്ചി വെളുത്തുള്ളിയും ഒക്കെ ഒന്ന് വെളിച്ചെണ്ണയിൽ ഉലുവയൊക്കെ പൊട്ടിച്ചിട്ട് അതൊന്ന് നല്ലോണം വാട്ടിയെടുക്കുന്നുണ്ട്. പിന്നെ നല്ല വാടി വന്നേരം അതിലേക്കുള്ള പൊടികളും ചേർത്ത് കൊടുത്തു. മുളകും പൊടി, മഞ്ഞൾപ്പൊടി, പിന്നെ കുറച്ച് മല്ലിപ്പൊടി, കുറച്ച് കാശ്മീരി മുളകും പൊടിയൊക്കെ ഇട്ട് കൊടുത്തിട്ട് നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കുക. പിന്നെ അതിലേക്ക് ആവശ്യത്തിനുള്ള പുളിവെള്ളം കൂടെ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. അത് നല്ല തിളച്ച് വരുമ്പോൾ ഞാൻ അതിലേക്ക് മീൻ ഇട്ട് കൊടുക്കും. ഞാൻ ഇങ്ങനെയാണ് കേട്ടോ മീൻ കറി ഉണ്ടാക്കൽ. ഇതേപോലെയാണ് മീൻ കറി ഉണ്ടാക്കുക എന്നൊന്നും ഞാൻ പറയുന്നില്ല. എന്താണെന്ന് വെച്ചാൽ ഞാൻ തേങ്ങാച്ചോറൊക്കെ ഉണ്ടാക്കുമ്പോൾ നമ്മളിവിടെ മഞ്ഞപ്പൊടിയൊക്കെ ഇട്ടിട്ടാണ് കേട്ടോ തേങ്ങാച്ചോറ് ഉണ്ടാക്കുക. പക്ഷേ ചില സ്ഥലത്തൊന്നും അങ്ങനെയല്ല ഉണ്ടാക്കുക, മഞ്ഞപ്പൊടിയൊന്നും ഇടാതെയാണ് ഉണ്ടാക്കുക. അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ പറഞ്ഞത് ഞാൻ അങ്ങനെയാണ് ഉണ്ടാക്കുക എന്നുള്ളത്. നമ്മൾ ചെയ്യുമ്പോൾ തന്നെയാണ് ഉണ്ടാക്കുക എന്നല്ല കേട്ടോ. ഞാൻ ഉണ്ടാക്കുന്നത് എൻ്റെ വീഡിയോസിലൂടെ ഞാൻ അങ്ങനെ ജസ്റ്റ് അതൊന്ന് പറഞ്ഞു പോകുന്നുണ്ട് എന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. അപ്പോൾ എന്തായാലും നമ്മൾ മീൻ കറി അവിടെ വേവാൻ വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ ഒന്നോട്ട് വെന്ത് വന്നാൽ കുറച്ച് പച്ച വെളിച്ചെണ്ണയും കൂടി ഉറ്റിച്ച് കൊടുത്താൽ മീൻ കറി അവിടെ റെഡി ആയിക്കോളും. അപ്പോൾ അത് വേവണ ആ ഒരു ടൈം കൊണ്ട് ഞാൻ ഈ ഒരു റൂം വൃത്തിയാക്കാൻ വേണ്ടിയിട്ട് വന്നതാണ് കേട്ടോ. ബെഡ്ഷീറ്റും കാര്യങ്ങളൊക്കെ ഒന്ന് തട്ടിക്കൊട്ടി
ഒന്ന് ഒതുക്കി ഒന്ന് വൃത്തിയാക്കി വിരിച്ചിട്ടിട്ട് ഒന്ന് അടിച്ചു വാരി ഇടുകയാണ്. മൊത്തത്തിൽ അതിൻ്റെ മുന്നേ അപ്പുറത്തെ റൂമും അതുപോലെ നമ്മൾ ആ ഒരു നടുവാകൊക്കെ ഒന്ന് അടിച്ചു വാരി ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഓരോരോ പണിയെടുക്കുന്നതിൻ്റെ ഇടയിൽ കിട്ടുന്ന ഗ്യാപ്പിൽ ഓരോരോ സ്ഥലം ഇങ്ങനെ രാവിലെ ഒതുക്കി വൃത്തിയാക്കി അങ്ങനെ വരും കേട്ടോ. എന്നാൽ വെച്ചാൽ നമുക്ക് വേഗം തന്നെ പണികളൊക്കെ തീർത്ത് നമുക്കും ഒന്ന് ഫ്രീ ആയിട്ട് ഇരിക്കുകയൊക്കെ ചെയ്യാമല്ലോ. അപ്പോൾ ഇതിൻ്റെ ഇടയിൽ കറിയും പോയി നോക്കുന്നുണ്ട് കേട്ടോ. അതിൽ കുറച്ച് വെളിച്ചെണ്ണ കുറ്റിച്ചിട്ട് അതും അവിടെ ഇറക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ അതും ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ അടുത്തത് കുമിലി ഞാൻ നന്നാക്കി വെച്ചിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ അതൊന്ന് മുളകിട്ടെടുക്കുകയാണ് കേട്ടോ. എനിക്ക് ഈ ഒരു രീതിയിലേ കുമിലി വെക്കാൻ അറിയുള്ളൂ കേട്ടോ. ഞാൻ ചിക്കൻ കറിയൊക്കെ ഉണ്ടാക്കൂലേ, ആ ഒരു ഇതിലാണ് കേട്ടോ ഞാൻ ഉണ്ടാക്കൽ. ഇത് ഇനിയിപ്പോൾ വേറെ എങ്ങനെയെങ്കിലുമൊക്കെ ഉണ്ടാക്കുമോ എങ്ങനെയാണ് എന്നുള്ളത് എനിക്കറിയൂല. ഞാൻ സാധാരണ നമ്മൾ ചിക്കന് മുളകിട്ട് എടുക്കൂലേ, ആ ഒരു രീതിയിലാണ് കേട്ടോ ഉണ്ടാക്കൽ. ഞാൻ സാധാരണ വെക്കും പോലെ തക്കാളി ഉള്ളിയൊക്കെ ഒന്ന് കുക്കറിൽ മഞ്ഞൾപ്പൊടി ഉപ്പിട്ടിട്ട് ഒന്ന് വേവിച്ചെടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ വെളിച്ചെണ്ണ ഒഴിക്കുക, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഒക്കെ ഇട്ടിട്ട് പിന്നെ ഈ ഒരു വാട്ടി വെച്ചിട്ടുള്ള ആ ഒരു തക്കാളി ഉള്ളിയും അതും ചേർത്ത് പിന്നെ ഇതിലേക്ക് വേണ്ട പൊടികൾ, ചിക്കൻ കറിയിൽ ഇടുന്ന ആ ഒരു പൊടികൾ തന്നെയാണ് കേട്ടോ ഞാൻ അതിലും ചേർത്തിട്ടുണ്ടായിരുന്നത്. അങ്ങനെ അതൊക്കെ അതിൽ ഇട്ട് കൊടുത്തിട്ട് നമ്മളെ കുമിയിലും ഇട്ട് കൊടുക്കുക. പിന്നെ കുറച്ച് വെന്ത് കഴിയുമ്പോൾ ഇത്തിരി പച്ച വെളിച്ചെണ്ണ ഇട്ടിച്ചിട്ട് ഒന്ന് അങ്ങോട്ട് ഇറക്കി വെക്കും കേട്ടോ. ഞാൻ അങ്ങനെയാണ് കേട്ടോ ഉണ്ടാക്കൽ. എനിക്കറിയൂല വേറെ രീതിയിൽ എങ്ങനെയാണ് ഉണ്ടാക്കുക എന്നുള്ളത്. അങ്ങനെ അതും അവിടെ ആക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ എൻ്റെ വെച്ചുണ്ടാക്കൽ പരിപാടികളൊക്കെ കണ്ട് കഴിഞ്ഞിട്ടുണ്ട്. ഇനി എന്താ പറയുക, ബാക്കിയുള്ള പരിപാടി അങ്ങോട്ട് തുടങ്ങുകയാണ് കേട്ടോ. ഇനിയിപ്പോൾ ക്ലീനിങ്ങിലേക്ക് കിടക്കുകയാണ്. ഇനിയിപ്പോൾ ഇന്നത്തെ അടുപ്പിൻ്റെ അടുത്ത പണികളൊന്നും ഇല്ല കേട്ടോ. അപ്പുറത്തും അകം പിന്നെ റൂമും കാര്യങ്ങളൊക്കെ വൃത്തിയാക്കി കഴിഞ്ഞതാണ്. ഇനിയിപ്പോൾ അടുക്കളയാണ് കേട്ടോ ഉള്ളത്. അടുക്കള പിന്നെ കുറച്ച് അധികം ഉണ്ടാവും കേട്ടോ. കഴുകാനുള്ള പാത്രങ്ങളൊക്കെ അപ്പുറത്ത് കൊണ്ടുപോയിടണം. മൊത്തത്തിൽ എല്ലായിടത്തും ഒന്ന് തുടച്ച് ഒന്ന് വൃത്തിയാക്കി എടുക്കണം കേട്ടോ. അതുപോലെ ഈ ചട്ടിയും പാത്രമൊക്കെ ഇങ്ങനെ നിരത്തി വെക്കുന്നത് എനിക്കിഷ്ടമല്ല കേട്ടോ. ഞാൻ ഇതുപോലെ ഇങ്ങനെ അട്ടിക്കട്ടിക്ക് വെക്കും. പിന്നെ തുടക്കൽ കഴിഞ്ഞ് ഗ്യാസൊക്കെ തുടച്ച് കഴിഞ്ഞാൽ അത് അതിൻ്റെ മേലേക്ക് മാറ്റി വെക്കും കേട്ടോ. എപ്പോൾ എന്നെ ചീത്ത പറയും, ഇതെല്ലാം കൂടെ അട്ടിക്ക് വെച്ചിട്ട് ദൂരുണ്ട് പറഞ്ഞ് വീണിട്ടായിട്ടുണ്ടെങ്കിൽ എന്ന് പറയൂ കേട്ടോ. പിന്നെ ഞാൻ ഈ തുടക്കണ ഈ ഒരു ടൈമിലാണ് ഇങ്ങനെ വെക്കുക. അതല്ലാത്തപ്പോൾ പിന്നെ അതിൻ്റെ മേലേക്ക് രണ്ടെണ്ണമൊക്കെ ആക്കിയിട്ട് അങ്ങനെ മാറ്റി വെക്കലുണ്ട്. ഒന്നാമത്തെ കാര്യം വേറൊന്നുമില്ല കേട്ടോ. മൊത്തത്തിൽ അവിടെ ഇവിടെ എല്ലായിടത്തും പാത്രം വലിച്ചു വാരി ഇടുന്നത് അങ്ങനെ വെക്കുന്നത് ഇഷ്ടമല്ലാത്തതുകൊണ്ടാണ്. അപ്പം ഞാൻ വേഗം അടുക്കളയൊക്കെ ഒന്ന് വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. മൊത്തത്തിൽ എല്ലായിടത്തും ഒന്ന് വൃത്തിയാക്കി എടുത്ത് ഞാൻ അകമൊക്കെ ഒന്ന് അടിച്ചു വാരി ഇട്ടിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ അടുത്തത് പാത്രം കഴുകലാണ്. ഇപ്പം പിന്നെ ഏറ്റവും ലാസ്റ്റാണ് കേട്ടോ മുറ്റടിക്കാൻ നിൽക്കൽ. മുറ്റടിക്കുന്ന വീഡിയോസും കാര്യങ്ങളൊന്നും ഞാൻ ഇപ്പോൾ എടുക്കലില്ല. ഒന്നാമത്തെ മഴ ആയതുകൊണ്ട് പുറത്തേക്ക് അങ്ങനെ അങ്ങോട്ട് ഇറങ്ങലില്ല. പിന്നെ ചെറിയൊരു ആ ഒരു ചോർച്ച കിട്ടുന്ന സമയത്താണ് വേഗം പോയി മുറ്റമൊക്കെ ഒന്ന് അടിച്ചു വാരിയിട്ട് വരിക. പിന്നെ നമ്മളെ മുറ്റത്ത് ആദ്യത്തെ പോലെ തന്നെ നല്ല പുല്ല് വന്നിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ മഴയായില്ല, അപ്പോൾ ചെത്തലും മരുന്നടിക്കലും ഒന്നും നടക്കൂല. ഇനിയിപ്പോൾ മഴ കുറയാണ്ട് ഒരു പരിപാടി നടക്കൂല കേട്ടോ. അപ്പോൾ ഇതാ ഞാൻ വേഗം പാത്രങ്ങളൊക്കെ കഴുകി എടുത്തിട്ടുണ്ട്. പിന്നെ വേഗം അടുക്കളയും എല്ലായിടത്തും ഒന്ന് തുടച്ച് വൃത്തിയാക്കി. അങ്ങനെ ഇന്നത്തെ ആ ഒരു ഉച്ച വരെയുള്ള ഒരു പണിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. രാവിലെ മുതൽ ഉച്ച വരെയുള്ള നമ്മളെ പണികളുണ്ടല്ലോ, ആ ഒരു പണികൾ കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ ഇന്നത്തെ വീഡിയോ ഞാൻ പിന്നെ വൈകുന്നേരം വരെ ഒരു രാത്രി വരെയുള്ളതായിട്ട് അങ്ങനെ എടുത്തതാണ് കേട്ടോ. ഒരു രാവിലെ മുതൽ ഒരു വൈകുന്നേരം രാത്രി വരെയൊക്കെയുള്ള ഒരു ഡേ ഇൻ മൈ ലൈഫായിട്ട് അങ്ങനെ എടുത്തതാണ്. എൻ്റെ ലോങ് വീഡിയോ കാണാൻ ഇഷ്ടപ്പെടുന്ന കാത്തിരിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് ഞാൻ അങ്ങനെ ഷോർട്ടും ലോങ്ങും ഒക്കെ ആയിട്ട് മാറി മാറി എടുക്കുന്നതാണ് കേട്ടോ. ഒരു ദിവസം നമ്മളെ വീഡിയോ കണ്ടിട്ടില്ലെങ്കിലും എന്താണ് വീഡിയോ ഇടാത്തതെന്ന് ചോദിക്കുന്ന ആൾക്കാരുണ്ട്. അത് തന്നെ മതി കേട്ടോ. എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് അതൊക്കെ തന്നെ വലിയൊരു കാര്യം തന്നെയാണ് കേട്ടോ. അങ്ങനെ ഞാനും നാസിമോനും നമ്മളെ പണികളൊക്കെ കഴിഞ്ഞ് കുളിയൊക്കെ കഴിഞ്ഞ് ഞാൻ ആദ്യം ഓനെ കുളിപ്പിച്ച് ഇങ്ങോട്ട് കയറ്റിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാനും കുളിയൊക്കെ കഴിഞ്ഞ് വന്ന് നിസ്കാരമൊക്കെ കഴിഞ്ഞു. വേഗം ഉച്ചക്കത്തെ ചോറൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് കഴിഞ്ഞിട്ട് നല്ലോണം ഒന്ന് കുറച്ച് സമയം ഞാനും ഓനും പുതപ്പും പോയിച്ച് നല്ലോണം ഒന്ന് കിടന്നുറങ്ങിയിട്ടുണ്ടായി. പിന്നെ കുട്ടികൾ വന്നപ്പോഴാണ് കേട്ടോ എണീച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതാ ഓർക്കുള്ള ചായ ആക്കി കൊടുക്കുകയാണ്. സാധാരണ ഞാൻ ആ ഒരു മഗ്‌രിബിൻ്റെ ആ ഒരു ടൈമിലാണ് ചായ കുടിക്കുക കേട്ടോ നമ്മൾ. പക്ഷേ ഇപ്പം മഴയും തണുപ്പൊക്കെ ആയതുകൊണ്ട് മക്കൾ സ്കൂളിൽ വന്നിട്ട് ഒരു കുളി കഴിഞ്ഞ് ഇങ്ങോട്ട് കയറുമ്പോഴേക്കും ഞാൻ വേഗം ചായയൊക്കെ ഉണ്ടാക്കലുണ്ട് കേട്ടോ. പിന്നെ കട്ടൻ ചായ ആക്കി വെച്ചിട്ടുണ്ട്. പിന്നെ എന്താ പറയുക, കുട്ടികൾക്ക് ഇപ്പം ചോറുണ്ടായിരുന്നു കേട്ടോ. കുറച്ച് ചോറ് ബാക്കി ഉണ്ടായിരുന്നു, റേഷൻ അരീൻ്റെ ചോറ്. അപ്പം ഞാനത് ഓർക്ക് തൂമിച്ച് കൊടുക്കാമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ. ഇവിടെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ മക്കൾക്ക് ചോറ് തൂമിച്ചാൽ ഉള്ളിച്ചോറാക്കൂലേ, അത് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ചൂടോടുകൂടെ കറിയൊന്നും വേണമെന്നില്ല കേട്ടോ ഇവർക്ക്. എന്താ പറയുക, ചായേൻ്റെ കൂടെ തന്നെ ഓർക്ക് കഴിക്കാൻ ഇഷ്ടമാണ്. അപ്പം ഞാൻ അതങ്ങോട്ട് തൂമിച്ച് കൊടുക്കാമെന്ന് വിചാരിച്ചു. പിന്നെ കുറച്ച് വെളിച്ചെണ്ണയിലാണ് കേട്ടോ. നെയ്യൊക്കെ ഉണ്ടെങ്കിൽ അതാണ്. പക്ഷെ മക്കൾക്ക് നെയ്യിൻ്റെ ആ ഒരു ചോയ വല്ലാണ്ട് അങ്ങോട്ട് ഇഷ്ടമല്ല കേട്ടോ എനിക്കും.
അതുകൊണ്ട് പിന്നെ ഞാൻ വെളിച്ചെണ്ണയിലാണ് കുറച്ച് ചെറിയ ഉള്ളിയും അതുപോലെ വെളുത്തുള്ളി ഒന്ന് വെളിച്ചെണ്ണയിൽ നല്ലോണം ഒന്ന് മൂപ്പിച്ചെടുക്കുന്നുണ്ട്. പിന്നെ അതിലേക്ക് കുറച്ച് കുരുമുളക് പൊടിയും ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ഇട്ടിട്ട് ഒന്ന് ഇളക്കിയെടുക്കുക. പിന്നെ അതിലേക്ക് ചോറ് ഇട്ടിട്ട് എടുക്കുക കേട്ടോ. ഞാൻ അങ്ങനെയാണ് കേട്ടോ തൂമിച്ചെടുക്കൽ. ഇതിലേക്ക് പച്ചമുളകൊക്കെ നടുകീറി ഇട്ടാലും നല്ല ടേസ്റ്റാണ്. അതുപോലെ തന്നെ മുട്ട പൊട്ടിച്ചിട്ട് അത് നമ്മളിങ്ങനെ ചിക്കി എടുക്കൂലേ, അങ്ങനെയൊക്കെ ആക്കിയാലും നല്ല ടേസ്റ്റാണ് കേട്ടോ. ഇവിടെ കുട്ടികൾക്ക് ഇഷ്ടമാണ്. പിന്നെ ഇപ്പോൾ വൈകുന്നേരത്തേക്കല്ലേ, അപ്പം ഞാൻ ഇങ്ങനെ അങ്ങോട്ട് സാധാരണ പോലെ അങ്ങോട്ട് തൂമിച്ചെടുത്തിട്ടുണ്ടേനി കേട്ടോ. ഇവിടെ മക്കൾക്ക് ഞാൻ അപ്പോൾ ഇത് തൂമിക്കുമ്പോഴും ആയോ എന്ന് ചോദിച്ച് നിൽക്കുന്നുണ്ട് കേട്ടോ. നാസിമോനൊക്കെ അവർക്ക് ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ എന്താ വെച്ചാൽ ഈ ഒരു ചോറ് ഇനിയിപ്പം രാത്രിക്കേക്ക് ഇനി വെച്ചു, മറ്റേതും ഉണ്ട്. അപ്പോൾ പിന്നെ ഇനി തണുത്തിട്ടുണ്ടെങ്കിൽ ഇനി ഇത് ചൂടാക്കലും നടക്കൂല, റേഷൻ അരിൻ്റെതായതുകൊണ്ട്. അപ്പോൾ ഇങ്ങനെ ആകുമ്പോൾ ഇവർക്ക് സ്കൂൾ വിട്ട് വന്നാൽ ഓരോ പള്ളയിൽ നിന്ന് അറിഞ്ഞോളും, ചോറ് കളയാതെ അതങ്ങോട്ട് കഴിഞ്ഞ് കിട്ടിക്കോളുമല്ലോ വിചാരിച്ചിട്ടാണ് കേട്ടോ. അപ്പം ഞാനും മക്കളെ കൂടെ ഞാനും നാസിമോനും ഞങ്ങൾ 4 ആളും വൈകുന്നേരത്തെ ഇന്നത്തെ ചായക്ക് ഇപ്പം ഇതായിരുന്നു കേട്ടോ കടി എന്ന് പറഞ്ഞത്. ചോറ് തൂമിച്ചതും അതുപോലെ കട്ടൻ ചായ ഇനി കേട്ടോ ഞങ്ങൾ ഇന്നത്തെ ചായ. അപ്പം ഞങ്ങൾ 4 ആളും കൂടെ അതൊക്കെ ഇരുന്ന് കുടിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ മക്കളെ പഠിപ്പിക്കലും അതുപോലെ എന്താ പറയുക നിസ്കാരവും കാര്യങ്ങളൊക്കെ ആയിട്ട് അങ്ങനെ അങ്ങോട്ട് കഴിഞ്ഞു. പിന്നെ ഇതാ ഇക്കയും അനിയനും രാത്രി വന്നിട്ടുണ്ട്. അപ്പോൾ ഒരു വന്നേരെയാണ് കേട്ടോ രാത്രിക്കേക്കുള്ള ചോറൊക്കെ വിളമ്പിയിട്ടുണ്ടായിരുന്നത്. പിന്നെ ഞങ്ങളെല്ലാവരും ഉച്ചക്ക് വെച്ച ചോറും കറിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. എല്ലാവരും കൂടെ ഒരുമിച്ചിരുന്ന് ഫുഡൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുകയാണ് കേട്ടോ. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുത്. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വരാം. അതുവരേക്കും ബൈ.